കുറച്ച് ദിവസമായിട്ടേ നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുഡിനും ഒരു ടേസ്റ്റും തോന്നുന്നില്ല കേട്ടോ. നല്ല ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ വിചാരിച്ചു നല്ലൊരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ. രസത്തിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിച്ചാൽ നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷനും മാറും, ചുമയായാലും കുറവുണ്ടാവും, നല്ലൊരു ആശ്വാസം കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു തക്കാളി രസം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു 3 നല്ല പഴുത്ത തക്കാളി നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ചെറിയ ജീരകം, 2 വറ്റൽമുളക്, കുരുമുളക് മുഴുവനേ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക കേട്ടോ. ഒന്ന് ചതച്ചെടുക്കില്ല, അങ്ങനെ ഒന്നിട്ട് മാറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. ചൂട് മൊത്തത്തിലൊന്ന് പോയി കഴിഞ്ഞാൽ ഉടച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കൈവച്ച് പിഴിഞ്ഞ് തൊലിയൊന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കാം കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ വാളപ്പുളി പിഴിഞ്ഞത് ഏകദേശം ഒരു നല്ല പുളിയോടുകൂടി തന്നെ ഒരു ബൗൾ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് തിളച്ച സമയത്ത് ഉപ്പൊക്കെ നല്ലതുപോലെ നോക്കുക, പുളിയൊക്കെ നല്ലതുപോലെ കറക്റ്റാണോ എന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, വറ്റൽമുളക്, വെളുത്തുള്ളി, അതായത് ചെറിയ ജീരകം, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിൽ നല്ലത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ രസത്തിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ ചതച്ചെടുത്തത് ചെറിയ ജീരകം, വെളുത്തുള്ളി, കുരുമുളക് പൊടി, വറ്റൽമുളക്, ഇത്രയും ഐറ്റംസാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ കായപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷനും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് റൈസൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പം നല്ല പനി വന്ന് ഒന്നും ടേസ്റ്റ് തോന്നാത്ത ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആശ്വാസം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം ഇച്ചിരി ചോറെടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.